പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ തന്നെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കരുണാപ്രഭുവോട് ബന്ധപ്പെട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സഹായവും രാവിലെ 4 തൊട്ട് 5 വരെയുള്ള ഫോൺ ഡിവിഷൻ പങ്കെടുത്തിട്ട് എൻ്റെ ആത്മാർത്ഥമായ എന്നെ സ്നേഹിക്കുന്ന എല്ലാ പ്രാർത്ഥനാ സഹായവും എല്ലാ അഭിധ ഭാഷകൾക്കും യേശുവിന്റെ നാമത്തിൽ സ്നേഹം അറിയിക്കുക. കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് ഈ തിങ്കളാഴ്ച വരെ നമ്മെ ജോത്സ്യമായിട്ട് വഴി നടത്തിയ കർത്താവിന് കരുണയ്ക്കായി നന്ദി പറയുന്നു. വളരെ ശക്തമായ വചനത്തിൻ്റെ ദൂത് കഴിഞ്ഞ മണ്ടയിൽ കർത്താവ് തിരുവാൻ്റെ അയച്ചും ആ ദൂതിൻ്റെ സ്വാധീനം നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഈ പുതിയ ആഴ്ചയുടെ ദൂത് എന്താണ് ദൂതത്തോട് ചോദിക്കുന്നപ്പോൾ കർത്താവ് ഉറപ്പിച്ച ദൈവത്തിന്റെ വെളിപ്പാടിലേക്ക് ഒന്ന് ശ്രദ്ധയെത്തിരിക്കാൻ താല്പര്യപ്പെടുക. 132 സംഘത്തിനും അതിന് 5ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കും: ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും, ഞാൻ അപ്പം കൊണ്ട് തൃപ്തി വരുത്തും. ഞാൻ സമൃദ്ധിയെ അനുഗ്രഹിക്കും, ഞാൻ അപ്പം കൊണ്ട് തൃപ്തി വരുത്തും. അപ്പം കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവ സാന്നിധ്യം എന്നുള്ളതാണ് പരിശുദ്ധമാവ് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് നൽകുവാൻ ഇടയായിട്ടുള്ള പുസ്തകം. ഈ വിഷയം ഞാൻ ദിവസങ്ങളിൽ വെച്ച് ജാഗരിച്ചപ്പോൾ സ്തോത്രം കിട്ടും. കർത്താവ് ഓർപ്പിച്ച അനേക അപ്പങ്ങളെപ്പറ്റി എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ധൈര്യപ്പെടുകയും വേണ്ടിയാണ് പുസ്തകം. ഒന്നാമത് യശയ്യാപ്രവചനം 30-20 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൽ വെള്ളം കുടിച്ചാൽ എൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. ഒന്നാമത് നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവിക്കുന്നൊരു അപ്പം എന്ന് പറഞ്ഞാൽ കഷ്ടത്തിൻ്റെ അപ്പം മാസങ്ങളായി, ആഴ്ചകളായി, ദിവസങ്ങളായി ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അപ്പം എന്ന് ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ അപ്പം എനിക്കൊരു മാറ്റം തരണമേ എന്ന്, എൻ്റെ കഷ്ടതയ്ക്ക് എന്ന് പരിഹാരം വരും എന്നോർത്ത് ഭാരപ്പെടുന്ന, അങ്ങനെ കഷ്ടത്തിൻ്റെ അപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തികളുടെ എണ്ണം വളരെയാണ്. അങ്ങനെയുള്ള അനുഭവത്തിലും അവിടെ ദൈവത്താമ പറയുന്നത് ഞാൻ നിനക്ക് മറന്നിരിക്കുകയില്ല എന്നാണ് പറയുന്നത്. കഷ്ടത്തിൻ്റെ അപ്പം 80 സങ്കീർത്തനം 5-ാം വാക്യത്തിലൂടെ വായിക്കുന്നു: ഞാൻ നിങ്ങൾക്ക് കണ്ണുനീരിൻ്റെ അപ്പം മാത്രം കണ്ണുനീരിൻ്റെ അപ്പം. ഞാൻ ഈ വാക്യം ഇങ്ങനെ വായിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം 32 പ്രാവശ്യം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഈ വാക്യം സംയോജിപ്പിച്ചു എന്നുള്ള ഒരു മെസ്സേജ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കർത്താവിനെ കുറിച്ച്. രണ്ടാമത് അപ്പം എന്ന് പറയുമ്പോൾ കണ്ണുനീരിൻ്റെ അപ്പം. എത്രയോ വിഷയം മുമ്പിലാണ് നെടുവേർപ്പെട്ട് കരഞ്ഞ് കടുതോടുകൂടെ ആവലാതി ദൈവത്തിന് പറഞ്ഞ വിശ്വാസം ഒരു മറുപടി ഇല്ലാതെ ഭാരപ്പെട്ടെന്ന് അനുഭവിച്ചത് കണ്ണുനീരിൻ്റെ അപ്പം. നമ്മൾ എക്സോഡസിൽ 3-ാം അധ്യായം 5 മുതൽ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുകയാകുന്നു: ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു, എൻ്റെ ജനം കഷ്ടത്തിൻ്റെ അപ്പം തിന്ന് ഞാൻ കണ്ടു. 2, അവിടെ നിലവിളി ശബ്ദം ഞാൻ കേട്ടു, അവരുടെ സങ്കടത അറിയുന്നു. രണ്ടാമത് എന്താണ്? കണ്ണീരിൻ്റെ അപ്പം. നിലവിളിക്കുമ്പോൾ കണ്ണീരോടുകൂടി നിലവിളിയുന്ന കർത്താവ് ആഗ്രഹിക്കുന്നു. കണ്ണീരോടുകൂടി എൻ്റെ നിലവിളി, കണ്ണീരിൻ്റെ അപ്പം തിന്നുകൊണ്ട് ആഴ്ചകളായി, മാസങ്ങളായി, സ്തോത്രം വർഷങ്ങളായി കഴിയുന്ന വ്യക്തികളുണ്ട്. വർഷങ്ങളായി പ്രാർത്ഥന മറവില്ലാത്ത, കണ്ണീരൊടുക്കുക മറവില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് കണ്ണീരിൻ്റെ അപ്പം തിന്നുകൊണ്ട് കഴിയുന്ന വർഷം. ഹല്ലേലൂയ. അതിൻ്റെ മധ്യത്തിൽ പതറിപ്പോകാതെ ആ പ്രതീക്ഷയോടുകൂടെ ദിവസനായിരിക്കുമ്പോൾ കർത്താവ് തരുന്ന മറ്റ് ചില അപ്പങ്ങളെ പറ്റിയാണ് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 78-ാം സങ്കീർത്തനം 25-ാം വാക്യത്തിൽ ഞാൻ ശക്തിമാന്മാരുടെ അപ്പം നിനക്ക് തരുമെന്ന്. ശക്തിമാന്മാരുടെ അപ്പം, കഷ്ടത്തിൻ്റെ അപ്പവും കണ്ണീരിൻ്റെ അപ്പവും മാത്രം തിന്നുകൊണ്ട് പുറവുകാല സ്തോത്രം ചെയ്തുകൊണ്ട് നീ ആയിരിക്കുമ്പോൾ നിന്നെ ശക്തിപ്പെടുത്തുന്ന അപ്പം ദൈവം തരുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ വചനം എന്താണ്? യാക്കോബിന്റെ ഭാഷ 1-ാം അധ്യായത്തിൽ ശക്തി ഉള്ളതും ഉൾനട്ടതുമായ വചനമെന്നാണ് സ്തോത്രം. ആമേൻ. യോവേൽ 2-ാം അധ്യായം വരുന്ന വാക്യം വായിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം അനുഷ്ഠിക്കുമ്പോൾ ശക്തിയുള്ളവനാകുന്നതെന്നാണ് സ്തോത്രം. അപ്പോൾ ഈ വചനം അനുഷ്ഠിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? നമ്മൾക്ക് ശക്തി ദൈവം പകരുകയാണ്. ശക്തി പ്രതികൂലം ജയിക്കുവാൻ
പ്രതിസന്ധി ജയിക്കുവാൻ, നിന്ദകളെ ജയിക്കുവാൻ, പരാജയങ്ങളെ വിജയമാക്കുവാൻ സ്തോത്രം, മുന്നോട്ട് യാത്ര ചെയ്യുവാനുള്ള ശക്തി ദൈവം പകരുകയാണ്. ശക്തിമാന്മാരുടെ അപ്പം, കണ്ണീരിൻ്റെ അപ്പവും കർശനപ്പവും തിന്നുകൊണ്ട് നീ തുടരേണ്ട ആവശ്യമില്ല. നിനക്ക് ശക്തിമാന്മാരുടെ അപ്പം പകരുന്ന ദൈവമാണ് എൻ്റെ ദൈവം. 104 സങ്കീർത്തനം 15 വാക്യങ്ങൾ പറയുന്നു, ഹൃദയത്തെ ബലപ്പെടുന്ന അപ്പം, നിന്നെ ബലപ്പെടുന്ന അപ്പം, ശക്തിമാന്മാരപ്പം മാത്രമല്ല, നിന്നെ ദിനം തോറും നിന്റെ ഹൃദയത്തെ ബലപ്പെടുന്ന അപ്പം അവൻ തരുവാൻ മതിയായവനാണ്. എന്നും കണ്ണീരിൻ്റെയും കർഷയുടെ അപ്പം കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആവശ്യമില്ല. നിന്നെ ബലപ്പെടുന്ന അപ്പം ദൈവം പകരുന്നവനാണ്. ബലം നഷ്ടപ്പെട്ടവളായി എന്നെ കേൾക്കുന്ന നിന്നോട് ദൈവം പറയുകയാണ്, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചോക്കണം, ഞാൻ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിനെ അവൻ ക്ഷീണിച്ചപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ ദൂതനിറക്കിയ ദൈവമാണെന്ന് കർത്താവ്. സ്തോത്രം. ആമേൻ. ദാനിയേലിന്റെ പ്രാർത്ഥനയിൽ അവൻ തളർന്നു പോയപ്പോൾ അവനെ തൊട്ട് ബലപ്പെടുത്താനാണ്. ഇന്ന് രാവിലെ നിന്നെയും തൊട്ട് ബലപ്പെടുത്തുവാൻ തക്കോണം. ബലപ്പെടുന്ന അപ്പം നിനക്കായി പകരുവാൻ ദൈവം മതിയായവനാണ്. സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ 32 വാക്ക് വായിക്കുമ്പോൾ അവിടെ 7 പ്രാവശ്യം എഴുതിയിരിക്കുന്ന വാക്യമാണ്, ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. സ്തോത്രം. ഞാൻ ആരാകുന്നു? ജീവന്റെ അപ്പമാകുന്നു. ഹല്ലേലൂയ. അടുത്ത 3-ാമത്തെ അപ്പം എന്താണ്? സ്തോത്രം. ഞാൻ ജീവന്റെ അപ്പമാണ്. ഈ അപ്പം നീ തിന്നുമ്പോൾ നീ ശക്തിപ്പെടുക മാത്രമല്ല, ബലപ്പെടുക മാത്രമല്ല, നിത്യമായ ജീവൻ പ്രതികൂലം ജയിച്ചുകൊണ്ട് നീ തീർന്നു പോകും, തകർന്നു പോകും, ഇല്ലാതാകും. പിശാച് വാദിക്കുമ്പോൾ ഹല്ലേലൂയ, നീ ജീവനോട് നിന്നെ നിർത്തുന്ന, ധൈര്യത്തോട് നിർത്തുന്ന, നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതാണ് ഈ അപ്പം എന്ന് പറയുന്ന പുസ്തകം. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ 7 പ്രാവശ്യമാണ് ഈ അപ്പം ഭൂമിയിലെ അപ്പമല്ല, സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന അപ്പമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ ദീയന്മാർ പറയുന്നു, 1 രാജാക്കന്മാർ 19-ാം അധ്യായം 5 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, നീ ക്ഷീണിതനായി തിളർന്ന് ഒരു ചൂരച്ചെടി കിടക്കേണ്ട ആവശ്യമില്ല. നീ എഴുന്നേറ്റ് തിന്നിയായ 1-ാം പ്രാവശ്യവും 2-ാം പ്രാവശ്യവും സ്തോത്രം ആമേ പ്രവാചകനെ തട്ടി ഉണർത്തിക്കൊണ്ട് അവനോട് പറയാണ്, എഴുന്നേറ്റ് തിന്ന്. അവന് കനലിന്മേൽ ചുട്ട അപ്പം അവിടെ നീ കൊടുക്കുകയാണ്. സൂര്യതിരുത്തി വെള്ളവും കൊടുത്തിട്ട് നീ എഴുന്നേറ്റ് തിന്നാൽ മാത്രമേ നിനക്ക് ദൂരയാത്ര ചെയ്യുവാൻ പറ്റത്തുള്ളൂ. ഒരു ദൂരയാത്ര നിനക്ക് വേണ്ടി ദൈവം കൽപ്പിക്കുക. ഈ അപ്പം തിന്നുന്നവനെ ഹല്ലേലൂയ, അവനായിരിക്കുന്ന മണ്ഡലത്തിൽ ബന്ധിക്കപ്പെടുന്ന തുടരുകയല്ല, നിനക്ക് ഈ കെട്ടടിഞ്ഞ് നിന്നെ ദൂരമായ ഒരു യാത്രയിലേക്ക് അയക്കുവാൻ ദൈവം താല്പര്യപ്പെടുക. നിന്നെ ഒതുക്കി വെച്ച മിശ്രമ ശക്തികളെ, ജാതീയ ശക്തികളെ, നിന്റെ ഉപജീവനത്തിൽ നിന്റെ ഉയർച്ചയ്ക്കും നന്മയ്ക്ക് വിരോധമായുള്ള ബന്ധങ്ങൾ അടിച്ചു മാറ്റി നിനക്കൊരു പുതിയ യാത്ര തരുവാൻ, പുതിയ ഉയർച്ച തരുവാൻ, പുതിയ സ്തോത്രം ഒരു നടത്തിപ്പ്, പുതിയൊരു നിയോഗം, പുതിയൊരു പദവി, പുതിയൊരു ജോലിയിലേക്ക് തന്നെ നടത്തുവാൻ അവൻ ശക്തനായ ദൈവം പരിശുദ്ധാത്മാവ് ഈ രാവിലെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പ്രവാചകൻ എന്ത് ചെയ്തു? അവൻ ഏലിയാവ് സ്തോത്രം 40 ദിവസം ഈ അപ്പത്തിന്റെ ബലം കൊണ്ട് അവൻ യാത്ര ചെയ്യുവാനായി സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഇന്ന് രാവിലെ നീ ഓർപ്പിക്കണം, ഞാൻ അപ്പം കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. അപ്പം കൊണ്ട് തൃപ്തി വരുത്തും. സ്തോത്രം. നീ കഷ്ടത്തിന്റെ അപ്പവും കണ്ണീരിന്റെ അപ്പവും മാത്രം കുടിച്ച് ജീവിതം കഴിയുമെന്ന് വിചാരിക്കേണ്ട. നിനക്ക് സ്തോത്രം ശക്തിമാന്മാരുടെ അപ്പം, ഹൃദയത്തെ ബലപ്പെടുന്ന അപ്പം, ജീവന്റെ അപ്പം പ്രദാനം ചെയ്ത് നിന്നടത്തുവാൻ മതിയാവനാണ്. യോഹന്നാന് സ്തോത്രം സുവിശേഷത്തില് ആമേൻ അവിടെ ശിഷ്യന്മാർ ചോദിക്കുക, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ, ഈ അപ്പം എപ്പോഴും നൽകണമേ, ഈ അപ്പം എനിക്ക് ആവശ്യമാണ്. ശക്തിമാന്മാരുടെ അപ്പം, ഹൃദയത്തെ ബലപ്പെടുന്ന അപ്പം, ജീവന്റെ അപ്പം എനിക്ക് ആവശ്യമാണെന്ന് ആഗ്രഹിച്ചത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം എനിക്ക് തരണമേ എന്ന് യോഹന്നാൻ 6:34 പറയുന്ന പോലെ നീ ആവശ്യപ്പെടുന്നെങ്കിൽ സ്തോത്രം ഈ അപ്പം നിനക്ക് ഇന്ന് രാവിലെ തന്ന് അതിനെ ബലപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിനക്കൊരു പുതുക്കം തരുവാൻ, ഉയർച്ച തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആമേൻ. ലൂക്കോസ് സുവിശേഷം 5 വാക്യങ്ങളിൽ പറയുന്നത് സ്തോത്രം, ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനിൽ നിന്ന് സ്തോത്രം അവന് 3 അപ്പം വായ്പ ചോദിക്കുകയാണ്. അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക് നിമിത്തം എന്ത് ചെയ്തു? ലജ്ജ കൂടാതെ മുട്ടിക്ക് നിമിത്തം ആ അപ്പം അവന് കൊടുക്കുവാനായി, അവൻ വേണ്ടുന്നതോട് കൊടുക്കുവാനായി, ലജ്ജ കൂടാതെ മുട്ടുവാനായിട്ട് സഹോദരി ലൂക്കോസ് 8-ാം വാക്യത്തിൽ പറയുന്ന പോലെ നീ തയ്യാറാകുന്നു എങ്കിൽ പരിശുദ്ധനെ ഓർപ്പിക്കുന്നു, നിനക്ക് വേണ്ടുവോട് അനുഗ്രഹം തരുവാൻ ദൈവം മതിയായവനാണ്.
ഇന്ന് രാവിലെ ഇതിനു മുമ്പാകെ ആര് സമർപ്പിക്കുന്നു അവരുടെ മേൽ ഒരു അത്ഭുതത്തിന്റെ ദിവസമാക്കി ആഴ്ചയാക്കി മാറ്റുമെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. സ്വോത്രം സ്വോത്രം സ്വോത്രം. സ്വർഗീയ പിതാവേ, ഈ രാവിലെ നൂറുഭാഗം സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട അനുഗ്രഹിക്കണമേ. അവരെ കണ്ണീരിന്റെ കഷ്ടത്തിന്റെ അനുഭവമല്ല കർത്താവ് സ്വതം, അവരെ ശക്തിപ്പെടുന്ന ബലപ്പെടുന്ന ജീവൻ നൽകുന്ന ദൈവത്തിന്റെ വനത്തിന്റെ ശക്തി അപ്പം കർത്താവ് അപ്പങ്ങൾ അവരെ തൃപ്തി വരുത്താൻ തക്കോണം കർത്താവ് സഹായിക്കണം. നാമത്തിനെ അനുഗ്രഹിക്കുന്നു. ഈ ആഴ്ച വിടുതലാഴ്ച മാറട്ടെ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.